നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറേ തെറ്റിദ്ധാരണകളെ പറ്റിയിട്ടാണ്. അതായത് ഫുഡ്സിനെ പറ്റിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ്സിനെ പറ്റി നമുക്ക് പല പാരൻസിനും കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് തണുപ്പ് സമയത്ത് കൊടുക്കാവോ, അല്ലെങ്കിൽ ഈ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് കഫക്കെട്ടുണ്ടാകും, അങ്ങനത്തെ കുറേ മിത്സ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാനൊന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഫുഡ്സാണ് നമുക്ക് എപ്പോഴൊക്കെ കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, അപ് ടു 6 months വരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാവൂ. ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തതിന് ശേഷം, അതായത് വേറെ ഒരു സോളിഡ് ഫുഡ്സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. 6 monthsന് ശേഷം നമുക്ക് പതുക്കെ സെമി സോളിഡിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് റാഗിയാണ്, കുറുക്ക്. അത് റാഗി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അപ്പോൾ ഈ പാല് മാത്രം കുടിച്ച് വളർന്ന് വരുന്ന കുഞ്ഞിന് പെട്ടെന്ന് നമ്മളൊരു തിക്കായിട്ട് അല്ലെങ്കിൽ ഒരു സോളിഡായിട്ടൊരു ഫുഡ് കൊടുക്കുമ്പോൾ അതിൽ ഡൈജഷൻ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ ഫസ്റ്റ് റാഗിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. റാഗി നമുക്ക് ചെറിയ ചൂടോടുകൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് പ്രത്യേകം പറയാൻ കാരണം ചിലവർക്ക് ഒരു ഡൗട്ടാണ്, മഴ സമയത്ത് തണുപ്പുള്ള സമയത്ത് റാഗി കൊടുത്താൽ കുഞ്ഞിന് കഫക്കെട്ടുണ്ടാകും, ജലദോഷം ഉണ്ടാകും, അങ്ങനെ കുറേ മിത്സ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് റാഗി ചെറിയ ചൂടോടുകൂടി ഒരു നൂൺ ടൈമിൽ, അതായത് ഒരു 11-11:30 ആ സമയത്ത് നമുക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നതാണ് കേർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. അത് കേർഡ് അറിയാം, തൈരും മോരും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തന്നെ തണുപ്പ് സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് ഉണ്ടാവും എന്നുള്ളൊരു ധാരണ കൂടിയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത്, അതായത് നമുക്ക് പാലിൽ നിന്ന് വീട്ടിൽ തന്നെ ഒഴിച്ച് ഉണ്ടാക്കുന്ന തൈരാണ്, അതായത് പുളിപ്പില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് വളരെയധികം നല്ലതുമാണ്. അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് കൗസ് മിൽക്കിനെ എടുക്കാം, അതായത് പശുവിൻ്റെ പാല്. ഇത് നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ പശുവിൻ്റെ പാല് കൊടുക്കാൻ പാടില്ല, 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. കാരണം അതിൻ്റെ റീസൺ എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് പശുവിൻ്റെ പാലിൽ ഉള്ളത് ഹ്യൂമൻ മിൽക്കിനെക്കാട്ടിയും എത്രയോ ഇരട്ടി പ്രോട്ടീൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അതിൽ വേ പ്രോട്ടീനുണ്ട്, കേസിനുണ്ട്. ഇതെല്ലാം ഹയർ എമൗണ്ടിലാണ് ഉള്ളത്. നമുക്കറിയാം, ഈ പശുവിൻ്റെ പാല്, ആടിൻ്റെ പാല്, ഇതെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ കൊടുത്തിരിക്കുന്നതാണ്. സോ അതിൻ്റെ ബയോ കെമിക്കൽ എന്ന് പറയുന്ന കണ്ടൻസ് എല്ലാം ഹയർ ആയിരിക്കും ഹ്യൂമൻ മിൽക്കിനെ കാട്ടിയും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, ഇപ്പം മിക്ക വീടുകളിൽ നമ്മളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. സോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 വയസ്സിന് ശേഷം കൊടുക്കുക. അതിൽ ഡൈജഷൻ ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ കേസിൻ്റെ ലെവലൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അലർജി വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ പശുവിൻ്റെ പാലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡേ ഒന്ന് വെയിറ്റ് ചെയ്യുക, കുഞ്ഞിന് എന്തെങ്കിലും അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്യുക. പിന്നെ കഴിവതും അതൊരു ഫുഡായിട്ട് കൊടുക്കാതിരിക്കുക എന്ന് പറയാൻ കാരണം, ചില വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിന് പകരം പശുവിൻ്റെ പാല് മാത്രമായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പശുവിൻ്റെ പാലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഫുഡ്സിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസും മിനറൽസും അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. മാത്രമല്ല ഈ പാല് മാത്രം കുടിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ വിശപ്പ് എന്ന് പറയുന്നത് ഇല്ലാണ്ടാവുകയും അവർ ഫുഡ് കഴിക്കാതെ വരികയും അതുകൊണ്ട് തന്നെ അവർക്ക് അണ്ടർ വെയ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. മാത്രമല്ല, എന്ത് ഫുഡ് നമ്മൾ കൊടുത്തിരുന്നാലും നമുക്ക് ഡോണ്ട് ഫോഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അവർ കഴിക്കുന്നത് കഴിക്കട്ടെ എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. ആദ്യമൊക്കെ നമ്മൾ പുതിയൊരു ടേസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അപ്പോൾ കുഞ്ഞുങ്ങൾ തുപ്പാനും വേണ്ട എന്നുള്ളൊരു മൂമെൻറ്റിലോട്ട് വരാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ അത് ഫോഴ്സ് ചെയ്യരുത്, പക്ഷേ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം കൊടുക്കുവാണ്, കുഞ്ഞ് അപ്പോൾ കഴിച്ചില്ല, വേണ്ടാന്ന് പറയും, നമ്മൾ വീണ്ടും അതേ പ്രോഡക്റ്റ് വീണ്ടും നമ്മൾ കൊടുക്കാണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഒരു ഫുഡിനോട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാണ്ട് വരും. പക്ഷേ നമ്മളൊരു 2-3 days കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്, ഫുഡ് അവേർഷൻ എന്നൊരു കണ്ടീഷൻ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ചില ഫുഡ്സൊക്കെയാണ് ഈ എല്ലാവർക്കും കൂടുതലും ഈ റാഗി അങ്ങനത്തെ കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് വരുന്ന പാരൻസ് ചോദിക്കുന്ന ഡൗട്ട്. തണുപ്പ് സമയത്ത് കൊടുക്കാവോ, മഴ സമയത്ത് കൊടുക്കാവോ, കഫക്കെട്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഫ്രൂട്ട്സുകൾ നമുക്ക് കൊടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.